അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു iPhone 17 മേടിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മൾ ഐഫോൺ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ, ഇവരാണ് നമ്മൾ iPhone 17 മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് വേറെ ഒരുത്തൻ. അപ്പോൾ നമ്മൾ 3 പേരായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ ബൈക്കും എൻ്റെ ബൈക്കും കൂടെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് അവൻ്റെ ബൈക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് കയറി വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ വൈബ് അടിച്ച് തന്നെയാണ് പോയത്. പോകുന്ന വഴിക്കാണ് നമ്മൾ കൂട്ടുകാരന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവന്മാരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് ചെറുപുഴയിൽ നിന്നാണ് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര സെൽഫിയൊക്കെ എടുത്ത് ഭയങ്കര കമ്പനിയായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. നമ്മളങ്ങനെ അവസാനം കടയിലെത്തി. അപ്പോൾ നമ്മൾ EMI ചേട്ടൻ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ കുറേ ഫോണിൽ കാണിച്ചു തന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പം ഫോൺ Oppo Find X9 ആണ്. നമ്മളിപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ എടുക്കുന്നത്. സംഗതി അടിപൊളിയാണ്. വീഡിയോയും കാര്യങ്ങളൊക്കെ 120 FPS സപ്പോർട്ടാവും. സംഗതി 6x ഒപ്റ്റിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ് സംഗതി. നമ്മൾ അവിടെ നിന്ന് കുറേ ട്രയലും ടെസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. സംഗതി കിട്ടില്ലാണ് ഗൈസ്. അപ്പം ഇതാണ് സംഗതി ഫോണൊക്കെ. അപ്പം നമ്മളത് വെച്ച് ഇവിടെ കുറേ പേരെ തന്നെ കുറേ ഇഷ്ടംപോലെ ഫോൺസും ഉണ്ട്. പക്ഷെ കലക്കാരൻ നമ്മൾ ചാമ്പ് കിട്ടി ഗൈസ്. നമ്മളോട് പറഞ്ഞു അവിടുത്തെ സ്റ്റോക്ക് ഔട്ടായി കാര്യം. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഞാൻ വെള്ളയാണ് സെലക്ട് ചെയ്തത്. അപ്പോഴേക്കും നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ പോയി ചെന്നിട്ട് വൈകുന്നേരം ചായ കുടിച്ച് വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓൾറെഡി കുറച്ച് നേരമായി, എന്നാലും സാധനമൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഗൈസ്. വായി കിട്ടാത്തൊരു പേരുള്ള സാധനമാണിത്. എൻ്റെ പേരറിയുന്ന ഒരു കമൻറ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മളിത് സംഗതി അടിപൊളിയൊക്കെ ആയിരുന്നു. പക്ഷേ പേര് ഞാൻ ഇപ്പോഴും മറന്നു ഗൈസ്. എൻ്റെ ഒരു പേരാണ്. സംഗതി ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ പൈസ കൊടുത്ത് പോവാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നേരെ നമുക്ക് ഡെൻസിൻ്റെ ബുള്ളറ്റിൻ്റെ എക്സോസിന് മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പുട്ടുകുറ്റി. അപ്പോൾ നമ്മൾ പുട്ടുകുറ്റിയായിട്ട് സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ തന്നെ ഓപ്പൺ ബോക്സ് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ. അപ്പം സംഗതി ഇതിനാണ് വെക്കാൻ പോകുന്നത് ഗൈസ്. സംഗതി അടിപൊളിയായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം കാണാൻ പറഞ്ഞത് അവൻ്റെ ടാറ്റോറിനെ വിട്ടു. അങ്ങനെ അവസാനം വൈകുന്നേരം നമ്മൾ ഈ എക്സോസ് പിടിപ്പിക്കാൻ വേണ്ടി ചെറുപുഴയിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഓയിൽ ഫിൽറ്ററും കൂടെ മേടിച്ച് ഞങ്ങളെ ഇവിടെ കവർ ഷോപ്പിലെത്തി. അപ്പോൾ പുള്ളിക്കാരനെ കണ്ടു പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു വൈകുന്നേരം 7 മണി വരെ ആവും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ കാണാത്തവർക്കായിട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ അടുത്തുള്ള KBRലുള്ള ഒരു ചെങ്ങായാണ്, വലിയ ആളാണ് ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് ആളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സാധനം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് നേരെ ചെന്നു. സാധനം നമ്മൾ വെള്ളം ഓർഡർ ചെയ്തു. സംഗതി പൊട്ടിക്കുകയാണ് ഗൈസ്. അവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സംഗതി ഓണായി. സംഗതി കിട്ടുന്ന സാധനം ഇതാണ് ഗൈസ് iPhone 17 സംഗതി. ക്യാമറ എല്ലാം കാര്യങ്ങൾ ബെറ്റർ അടിപൊളിയാണ്, സെറ്റാണ്. പിന്നെ ആണെങ്കിൽ ഇവനാണ് ആദ്യം ഈ കവർ ഞാൻ സജസ്റ്റ് ചെയ്ത് സിമ്മ ട്രാക്ക് ചെയ്താണ് സംഗതി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സാധനവും മേടിച്ച് നേരെ ഇപ്പോൾ വൈകുന്നേരം ശരി മീറ്റിംഗ് ഉണ്ടാണ് KCBMൻ്റെ. അപ്പോൾ നമ്മൾ KCBMിലുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങൾ അത് കൂടാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മീറ്റിങ്ങിലാണ് ഇപ്പോൾ ഗൈസ്. ഇപ്പോൾ ആൾക്കാരെ നമ്മളെ പിള്ളേരൊക്കെ വരുന്നേ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് ആധുനികമായ കലാസൃഷ്ടികളിൽ നിന്ന് സംസാരിച്ച് ഞങ്ങളോട് നമ്മളത് പിരിഞ്ഞ് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ചെറുപുഴയിലോട്ട് വന്നു. അങ്ങനെ നമ്മൾ ആദ്യം നേരെ ബനാസിലോട്ട് വിട്ടു. പക്ഷേ ബനാസിൻ്റെ കറിയെല്ലാം തീർന്നു, ചായ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് പിന്നെ നമ്മൾ അടുത്ത് നേരെ സ്പോട്ട് നോക്കുമ്പോൾ പാടിച്ചാടാണ്. പാടിച്ചാട് ഒരു പുതിയൊരു കടയിലോട്ട് നേരെ ചെന്ന് അവിടുന്ന് നമ്മൾ നല്ല അടിപൊളി കോഫിയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം അവിടുന്ന് നമ്മൾ ചായ കുടിച്ച് അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും ഒന്നിലും ഒരു രക്ഷയിലായിരുന്നു ഗൈസ്. അങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ ചാമ്പി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകണം. അത് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ആ ബുള്ളറ്റോടെ എത്തിച്ചേർന്നു. അപ്പോൾ അതും ശരിയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ബുള്ളറ്റിൻ്റെ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.